ഗായ്സ്, നമ്മൾ പറയുന്നത് സെൻസിറ്റിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ഫ്രീ ഫയർ ഇന്ത്യ. സെൻസിറ്റിവിറ്റി എന്നാൽ ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മുടെ ജനറൽ ട്യൂസ്കോപ്പ്, റെഡ് ഡോട്ട്, ഫോറസ്കോപ്പ്, സ്നൈപ്പർ സ്കോപ്പ്, ഫ്രീ ലോക്ക് എന്ന് പറയുന്നത് ഉണ്ട്. ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറലാണ് ഇതിലെ മെയിൻ സംഭവം. ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ സെൻസിയാണ്. നമ്മളെ മൂവ്മെൻറ്റ്, നമ്മൾ ഓടുമ്പോഴുള്ള സൈഡിലേക്ക് നീക്കുന്നതും എല്ലാവരുടെയും മൂവ്മെൻറ്റാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായി ഹെഡ്ഷോട്ട് അടിക്കാം. അതിനെ മതി ഹെഡ്ഷോട്ട് അടിക്കാൻ. പിന്നെ ട്യൂസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇതിൽ തിരിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങളുടെ ലോ ഡിവൈസ് ആണെങ്കിൽ 200, 150, 190 അതിൽ ഇടാൻ നോക്കുക. ഹൈ ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾ കുറച്ചിടാൻ നോക്കുക. എനിമീൻ്റെ മുകൾക്കാണെങ്കിൽ മുകളിലൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾ ജനറൽ സെൻസി കുറച്ച് വെക്കാൻ നോക്കുക. കുറക്കുന്നതിനനുസരിച്ച് അപ്പോൾ നിങ്ങളുടെ ഹെഡ്ഷോട്ടിനെ കൂടുകയും ചെയ്തു. ഇനി അതും അല്ലാതെ ബോഡിക്ക് മാത്രം ലോക്കായി പോവുകയാണെങ്കിൽ നിങ്ങൾ സെൻസി കൂട്ടുക, ജനറൽ കൂട്ടുക. അപ്പോൾ അതിനനുസരിച്ച് ഹെഡ്ഷോട്ട് കയറാനുള്ള സാഹചര്യവും കൂടും. കൂടുതലും ലോ ഡിവൈസിൽ അങ്ങനെ. ഇതിൽ എൻ്റെ സെൻസി ആദ്യം വെച്ചിട്ട് വലിയ ഹെഡ്ഷോട്ടൊന്നും കയറില്ല. ഞാൻ പറയുന്ന പോലെ നിങ്ങളെ ഫോണിന് നിങ്ങളെ സെൻസി കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ല ഹെഡ്ഷോട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ട്യൂസ്കോപ്പ് എന്നാൽ നമ്മുടെ UMP, MP5, പിന്നെ റെഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു MP5 അതിൻ്റെ സ്കോപ്പാണ് റെഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ. ഈ സ്കോപ്പിൻ്റെ നടുവിലുള്ള ബ്ലൂ വട്ടമില്ല, അത് റെഡ് ആകുമ്പോൾ റെഡ് ഡോട്ട് എന്ന് പറയുന്നത്, അതാണ് റെഡ് ഡോട്ട്. ട്യൂസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ UMPനുള്ള സ്കോപ്പ്, 2x എന്നുള്ള ആ സ്കോപ്പിനാണ് ഈ ട്യൂസ്കോപ്പ് വരുന്നത്. അതിൻ്റെ മൂവ്മെൻറ്റ് കൂട്ടി വെക്കണമാണ് നല്ലത്. എൻ്റെ ഫോണിന് നല്ലത്, അതിനനുസരിച്ച് വെക്കുക. പിന്നെ ഫോറസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഉടുപ്പക്കർ അങ്ങനത്തെ ലോങ് റേഞ്ച് സ്കോപ്പാണ് ഫോറസ്കോപ്പ്. അതിൻ്റെ മൂവ്മെൻറ്റ് ഇതേപോലെ തന്നെ മൂവ്മെൻറ്റ് തന്നെയാണ്. അതും കൂട്ടി വെക്കുക, കുറച്ച് വെക്കുക. ബോഡി കയറുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ ജനറൽ പറഞ്ഞ പോലെ തന്നെ വെക്കുക. പിന്നെ സ്നൈപ്പർ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ സ്നൈപ്പറിൻ്റെ മൂവ്മെൻറ്റ് ഫോറസ്കോപ്പ്, ട്യൂസ്കോപ്പ് പോലെ തന്നെ സ്നൈപ്പറിൻ്റെ മൂവ്മെൻറ്റാണ്. അത് വെച്ചിട്ട് ഇപ്പോൾ ആർക്കും ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ സ്കോപ്പ് ചെയ്താണ്ട് എനിമിൻ്റെ തലയോ ഉണ്ടാക്കേണ്ടി വരും, അല്ല വേറെ. ഇനി ഫ്രീ ലുക്ക് എന്നുണ്ട്. സെൻസിയിൽ ലാസ്റ്റ് ഒരു ഫ്രീ ക്യാമറ ബട്ടൺ ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓടുമ്പോൾ ഒരു സൈഡിലൊരു ബട്ടൺ വരും, ഓടുമ്പോൾ ഡൈവ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ബട്ടൺ വരും. അത് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്നതാണ് ഫ്രീ ക്യാമറ പറയുന്നത്. അതിപ്പോൾ 200-ലിട്ടാലോ എത്രയിലിട്ടാലോ അത് ഹെഡ്ഷോട്ട് കയറുന്നതിലൊന്നും ഉപകാരപ്പെടില്ല. പിന്നെ ഇതിൽ പറയുന്ന പോലെ നിങ്ങൾ സെൻസി ഇട്ടതിന് ശേഷം നല്ല ട്രെയിനിങ്ങിന് ഹെഡ്ഷോട്ട് കയറുന്നത്
എത്തിക്കാൻ പറ്റും. പിന്നെ ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹെഡ്ഷോട്ട് അടിക്കാനുള്ള ബട്ടൻ്റെ മൂവ്മെൻറ്റ് ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. എന്നാൽ നാളെ തന്നെ ആ വീഡിയോ മറക്കുന്നതാണ്. കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ആ വീഡിയോയിൽ ഇറക്കാൻ ശ്രമിക്കും. പിന്നെ ഫ്രീ ഫയർ ന്യൂ പ്ലേയേഴ്സിനൊക്കെ എങ്ങനെയൊക്കെ ഫ്രീ ഫയർ കളിക്കാമെന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ പറയുന്നുണ്ട്. എൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയാൽ മതി. അതിൽ ഒരു ഹൗ ടു പ്ലേ ഫ്രീ ഫയർ അതിൽ പോയാൽ കളിക്കാനുള്ള എല്ലാം അതിൽ പറയുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താണ് ഓണാക്കി വെക്കണമെങ്കിലും ഇനി വരുന്ന ഇതേപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സും ഇനിയും കിട്ടുന്നതാണ്. എല്ലാവരും കമൻറ്റ് ചെയ്ത് ബെല്ലൈക്കണുമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that? Where you want?